ഹലോ ഗൈസ്, നമ്മളിപ്പം നമ്മുടെ കണ്ണൂർ ട്രിപ്പ് പോവുകയാണ് തെയ്യം കാണാനായിട്ട്. ഞാനുണ്ട്, അമൽ ഭായി ഉണ്ട്, പിന്നെ ക്യാമറ എടുക്കുന്ന സച്ചു ഉണ്ട്. അപ്പം നീണ്ട 11 മണിക്കൂർ യാത്രയാണ്. നാളെ രാവിലെ 5:30-6 മണിയാകുമ്പോൾ നമ്മൾ കണ്ണൂരെത്തും. അപ്പം നമ്മളിവിടുന്ന് യാത്ര തുടങ്ങിയാണ്. ബാക്കി വീഡിയോസ് ഉണ്ടാവേ ഗൈസ്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് വാഷ്റൂമിലേക്ക് ഒന്നും പോകാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്, asulbus.com. ആവറേജ് എക്സ്പീരിയൻസ് ആണ് ബ്രോ ഇതുവരെ. എങ്ങനെയുണ്ട് ബ്രോ ബസ്സിൻ്റെ എക്സ്പീരിയൻസ്? ആവറേജ് അല്ലേ ബ്രോ? വൈഫൈ ഒന്നും ഇല്ല ബ്രോ. നമ്മൾ വൈഫൈ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാണ് എടുത്തത്. പക്ഷേ എല്ലാം ഓവറോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എറണാകുളത്ത് ജസ്റ്റ് നമ്മൾ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം ബാക്കി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കണ്ണൂർ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പെർളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. നമുക്ക് ആദ്യം മോട്ടോയിൽ പോകാനായിരുന്നു ഐഡിയ, പിന്നെ ബസ്സിൽ പോകാനാക്കി. അപ്പം ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പെർളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ എത്തിയിരിക്കുന്നു. ഇത് സച്ചു, നാമലൻ. ഇവിടുന്ന് നമ്മൾ റൈറ്റിലോട്ട് നടന്ന ഇവിടെ വലിയൊരു മരമുണ്ട്. റൈറ്റിലോട്ട് നടന്ന നമ്മുടെ അമ്പലത്തും. നമുക്കിനി കുളിച്ച് ഫ്രഷപ്പൊക്കെ ആവണം. ആയിട്ട് അമ്പലത്തിലൊന്നും തൊഴാൻ പോകണം. ഓ 77 അങ്ങനെ ഇതാണ് നമ്മളെ 700 രൂപയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് പെർളശ്ശേരി അമ്പലം. ഇവിടെ ഫേമസ് ആയിട്ട് എന്തോന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ കുളം ഭയങ്കര ഫേമസ് ആണ്. ഞാനിപ്പോൾ താഴോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ കാണുന്നതാണ് കുളം. ഇപ്പം ചൂടായതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി. താഴോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. നല്ല രസമാണ് അത് മുകളിൽ നിന്ന് കാണാനായിട്ട്. ഇതാണ് നമ്മളെ പെർളശ്ശേരി അമ്പലം. അത്യാവശ്യം ഇപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തെയ്യം നമുക്ക് 4-ാം തീയതി രാവിലെയാണ് തെയ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഫ്രീ ആണ് കറക്റ്റ് പറഞ്ഞാൽ. ഇവിടെ ഇപ്പം ട്രിവാൻഡ്രം വെച്ച് നോക്കുന്നതാണെങ്കിൽ ചൂട് കുറവാണല്ലേ? ചൂട് കുറവാണ് ട്രിവാൻഡ്രം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ. അത് 4-ാം തീയതി പുലർച്ചെയാണ് തെയ്യം. നമുക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും അറിയില്ല. നമ്മളിവിടെ ഡയറക്റ്റ് വന്നുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ റൂം എടുത്തു. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ല ഗൈസ്, നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അമ്പലത്തിലെ ബാക്കി വിഷ്വൽ കാണാം. പക്ഷേ ഇതാണ് അമ്പലം. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. അത് നമ്മൾ ഈ ടൂറിസ്റ്റിലെ റൂമാണ് എടുത്തത്. അപ്പം ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തണുപ്പുണ്ട്. നമ്മളപ്പം തൊഴുതിട്ട് വരാം ഗൈസ്. ഇവിടുത്തെ കണ്ണൂരത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മതിലുകളും പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ഈ 4-കെട്ട് അമ്പലങ്ങളുമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. നമ്മളിപ്പം ഇറങ്ങി നേരെ കുളിച്ചിപ്പം അമ്പലത്തിലോട്ട് എത്തി. അവരുണ്ടല്ലോ ഇവിടെ. എത്രത്തോളം പീസ്ഫുള്ളാണെന്ന് നിങ്ങൾക്കിത് കാണുമ്പം മനസ്സിലാവും. വലിയൊരു ആൽമരം തന്നെ, എന്തോ ഒരു മരമാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. സമാധാനം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുളമാണ്. നമ്മൾ തൊഴുതു, ശിവേലി കണ്ടു. അപ്പോൾ ഇവിടുത്തെ കുളം കാണിച്ചു തരാം. നോക്ക് ബ്രോ, കിട്ടിലം വ്യൂ ആണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ബെസ്റ്റ് സ്ഥലമാണ്. ഈ മരവും
കുളവും ഈ പടിക്കെട്ടാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു സാധനം. എന്തായാലും നമ്മളിപ്പോൾ താഴോട്ട് കുളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. നമ്മൾ നിൽക്കുന്നത് പല്ലശ്ശേരി മുരുകക്ഷേത്രത്തിലാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുളത്തിലാണ് നമ്മളിപ്പോൾ നേരത്തെ മുകളിൽ നിന്ന് കാണിച്ചായിരുന്നു. താഴത്തെ വ്യൂ ആണത്. ഇതാണ് കുളം. ഇതിലാണ് വ്യൂ. നമ്മൾ വന്നപ്പോൾ നല്ല ലേറ്റായി. ഒരു എത്ര മണിയായി? 11 മണിയെങ്കിലും ആവും. ഭയങ്കര വെയിലായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. മോഡലൊന്നുമില്ല. എങ്ങനെയുണ്ട്? തിരുവനന്തപുരത്തെ വെയിലാണോ ഇവിടത്തെ ആണോ? ഇല്ല, ട്രിവാൻഡ്രത്താണ് കുറച്ചുകൂടെ ഭയങ്കര ഹാർഷ് വെയിൽ. ഇവിടെ കുഴപ്പമില്ല. അപ്പം ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇപ്പം എല്ലായിടത്തും വെയിലാണ്. അങ്ങോട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അവിടെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് ആ സൈഡിലോട്ട് വെയിൽ കുറവാണ്. കാരണം സൂര്യൻ ഇങ്ങനെ അടിക്കണോണ്ടേ അങ്ങോട്ട് വെയിൽ കുറവ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് ഈ കുളം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മൾ ഒരു അരുവിനൂടെ നമ്മൾ നടക്കുകയാണ് കുളത്തിൻ്റെ. ആ സൈഡിലോട്ട് വെയിലില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ളൊരു പ്ലാനിലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ എവിടെ നിന്നാലും ഫ്രെയിമാണ്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഈ മതിലുകളും കുളങ്ങളും ഒക്കെയാണ് ഭയങ്കര രസം. ആൾക്കാരൊക്കെ എത്തി നോക്കണുണ്ട്. നമ്മൾ ഇവിടെ ഒരു സൈഡിൽ കൂടെ നമ്മൾ അമൽ ബ്രോയും സച്ചു ബ്രോയും കൂടെ നടന്നു വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു വെയിലായപ്പം പറ്റിയതാണ്. കണ്ണൂർ വന്നിട്ട് പറ്റിയെന്നൊക്കെ പറഞ്ഞ അമ്മമാർ വെച്ച് അടിച്ചു തരും കേട്ടോ. ഇവിടെ വേറെ വല്ലതും ആയിരിക്കും. നല്ല നൈസാണ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. അല്ലേ ബ്രോ? അല്ലേ സച്ചു ബ്രോ? അപ്പോൾ നമ്മൾ കുറച്ച് ഇതാണ് മോളിൽ നിന്നുള്ളൊരു വ്യൂ. ഞാൻ 0.5x എടുത്ത് കാണിക്കാം. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം ഗൈസ്. നമ്മുടെ ഫോട്ടോ ഷൂട്ടിങ്ങിന് ഇവിടുത്തെ ഓരോ ഫ്രെയിം കാണുമ്പോഴും നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. കംപ്ലീറ്റ് ഫ്രെയിംസാണ് കണ്ടത്. നല്ലൊരു അമ്മയെ ഞങ്ങൾ കൈവിട്ട് കളഞ്ഞു നിരാശപ്പെട്ട് പോയാ തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യം പൂർത്തിയായില്ല. ജീവിതം കൊണ്ടുണ്ടാവുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചു, കുളിച്ചു. അടുത്ത് നമ്മളിപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ തെയ്യം നടക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ നമ്മൾ ബസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പല്ലശ്ശേരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്കിനി ഒരാളും കൂടെ ഇറങ്ങാനുണ്ട്. നമ്മൾ അയാളും കൂടെ ഇറങ്ങി നേരെ ബസ് പിടിച്ച് നേരെ നമ്മുടെ തെയ്യത്തിൻ്റെ സ്ഥലത്തോട്ട് ഒരു 5:30-6 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ 5:30 അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. നമ്മളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മളൊരു പുരാതനമായ ലിഫ്റ്റാണ് നമ്മുടെ റൂമിൽ നമ്മുടെ ഹോട്ടലിലുണ്ടായിരുന്നത്. ഇത് നമ്മളിങ്ങനെ കയറി നിന്നിട്ട് ആദ്യം പുറത്തെ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് രണ്ടാമത്തതും ഇത് ഞാനിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഇവിടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോകും. പഴയകാല ലിഫ്റ്റാണ്, ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട്, വളരെ നല്ല രസമുണ്ട്. സൂപ്പർ നല്ലതാ. ഓ നമ്മൾ നമ്മുടെ തെയ്യത്തിൻ്റെ അടുത്തോട്ട് പോകാനുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
സച്ചു ബ്രോ ഉണ്ട്, അമൽ ബ്രോ ഉണ്ട്. അമൽ ബ്രോയ്ക്ക് സീറ്റ് കിട്ടിയില്ല, കഷ്ടം. അത് കുറച്ച് സംസാരിക്കുന്നത് ബ്രോ, ഹൗ വാസ് ദ കണ്ടനാർ കേരളൻ എക്സ്പീരിയൻസ്? വിഷ്വൽസ് ഈ വീഡിയോയിൽ വരും ഗൈസ്. കണ്ടതൊക്കെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, കുറേ ട്രാവൽ ചെയ്തു, കുറേ നമ്മൾ ഫുഡിന് വേണ്ടി നമ്മൾ എല്ലാം സർവൈവ് ചെയ്ത് നമ്മൾ രാവിലെ ഒരു 5 മണിയായപ്പം കണ്ടനാർ കേരളം തുടങ്ങി. നമുക്ക് കൂടുതൽ വിഷ്വലൊന്നും ആ സമയത്ത് വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അമ്പലം കാവും ഒക്കെ. അപ്പം എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പം നേരത്തെ കൊണ്ടുവന്ന വ്ളോഗിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല, അതിൽ ദയവായി ക്ഷമിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് കണ്ടൊരു സാധനമാണ്, കിട്ടില്ല ഓണം. എല്ലാവരും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇനിയിപ്പോൾ സീസൺ കഴിഞ്ഞു, അടുത്ത വർഷത്തേക്ക് ഒരു പ്ലാനറിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ടനാർ കേരള. അല്ല ഏത് ചെയ്യായിരുന്നാൽ കണ്ണൂർ വന്ന് കാണണം, അതാണ് അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അല്ലേ? അതെ. അപ്പം ബാക്കി നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒന്ന് കുളം വരെ പോവും, അത് ഞാൻ വീഡിയോ എടുക്കാം. ദെൻ അടുത്ത ക്ലിപ്പ് കേരളം കഴിഞ്ഞായിരുന്നെങ്കിലും ഇതാണ് അവിടുത്തെ മൂലസ്ഥാനം. അപ്പം കണ്ടനാർ കേരളം അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് അവരുടെ കാവ്. ഇതാണ് ഇവിടെയാണ് നമുക്ക് കണ്ടനാർ കേരളം തെയ്യം കഴിഞ്ഞത് ഇവിടെയാണ്, ഈ കനലിലാണ് കഴിഞ്ഞത്. ഇതാണ് അവിടെ കാവ്. ഇത് ഇത്രയും വരും ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. കണ്ടനാർ കേരളം കഴിഞ്ഞപ്പം ഫുൾ ആൾക്കാരും പോയതാണ്. നല്ല രസമാണ് ഇവിടുത്തെ ഏത് സ്ഥലം നോക്കിയാലും ഫ്രെയിമാണ്, എവിടെ വെച്ചാലും ഫ്രെയിമാണ്. ഭയങ്കര രസമാണ്, മരങ്ങളും കാവുമൊക്കെ ആയിട്ട്. നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ ഇവിടെ വരുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഇവിടുത്തെ അതാ ഈ ചേട്ടന കമ്പനിയായി, ഏട്ടായത്തിന് അടിച്ച് ഫിറ്റാണ്, എങ്കിലും കമ്പനിയായി. സച്ചു എങ്ങനെ ഉണ്ടാകണ കർണാടക? ഞാൻ അറിയത്തില്ലേ, ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. നിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു ഫ്ലെയിംസ് ഭയങ്കര ഓറയാണ്. എന്നാലും നമ്മൾ വെള്ളാട്ടം കണ്ടപ്പോൾ തന്നെ ഞാനും സച്ചു പറഞ്ഞായിരുന്നു ഭയങ്കര ഓറ. നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ തോന്നൂല, പക്ഷെ ആ പരിപാടി തുടങ്ങി കഴിയുമ്പം കിട്ടുന്നൊരു ഓറ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ഇവിടെ എന്തോ കാര്യങ്ങളിലായിട്ട് കർണാടകകളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്, ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ നമ്മളെ വീഡിയോയിൽ വരുന്നതാണ്. നമ്മൾ കുളത്തിലോട്ട് പോവുകയാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന അമൽഭായും അമൽഭായുടെ ഇവിടുത്തെ കണ്ണൂരത്തെ ഫ്രണ്ട് മനോജ് ചേട്ടനുമാണ് ഗൈഡ് ചെയ്തത്.
ഒരു മിനിറ്റ് ബാഗ് ഒന്ന് വേണ്ടിയാണ്. തെയ്യപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇന്നലെ മുതലേ വന്ന് എക്സോസ്റ്റഡ് ആയി അല്ലേ ബ്രോ? അതാണ്ട വഴികാട്ടി അമൽ ബ്രോയും ഇവിടുത്തെ മനോജ് ചേട്ടനും കൂടെ നാട്ടു സംസാരങ്ങൾ. കാർത്തി ഇവിടെ എന്തോ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള പോക്കാണ് ഗൈസ്. സച്ചു എന്തോ സ്വയം ഇവിടെ നല്ല പ്രകൃതി. കരിക്കുന്ന സാറല്ലേ മാർത്താണ്ടം കഴിഞ്ഞിട്ട് പൊളച്ചലറിയാം തമിഴ്നാട് നല്ല പ്രകൃതിദത്തമായ സ്ഥലമാണ് ഗൈസ്. അവിടെ ഇടക്കിടക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ വന്ന് പ്യൂർലി ആർട്ടിസ്റ്റ് അല്ലാണ് ഗൈസ്. പിന്നെ ഇങ്ങോട്ട് പോകണം. പൈനൂർ ഭാഗത്ത് നീലേശ്വരം ഭയങ്കര എസ്തെറ്റിക് ആണ് ബ്രോ. അങ്ങനെ നമ്മൾ കുളത്തിലെത്തിയിരിക്കുന്നു. ഒരു അമ്പലത്തിൻ്റെ കുളമാണ്. ശ്രീ പുത്തരിക്കാവ് ഭഗവതി ക്ഷേത്രം. അവിടുത്തെ അമ്പലം കുളത്തിലാണ്. ഇതാണ് കുളം ഗൈസ്. ഭയങ്കര എസ്തെറ്റിക് കുളമാണ്. അങ്ങനെ നമ്മളെ ശ്രീസ്ഥ കുളത്തിലാണ്. വലിയ ആഴമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതാണ് മാക്സിമം. നമ്മൾ ഇന്നലെയാണ് കുളിച്ചത് ലാസ്റ്റ്. പിന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ കിടിലം വ്യൂ ആണ് ബ്രോ. ഇവിടുന്ന് നമ്മളെ ആ പനയും ഈ കുളവും പിന്നെ നമ്മളെ ഇലക്ഷൻ കാണുന്നുണ്ട്. ലൈവ് ഇലക്ഷൻ മഞ്ചേശ്വരത്ത് 2 സീറ്റ് BJP ലീഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 41 കോൺഗ്രസ്, 29 കമ്മ്യൂണിസ്റ്റ്. പ്രാവശ്യത്തെ ഇലക്ഷൻ കടുക്കും ബ്രോ. അപ്പൊ എന്തായാലും നമ്മളിവിടെ കുളത്തിലിങ്ങനെ അങ്ങനെ നമ്മുടെ തെയ്യത്തിന് ലാസ്റ്റ് പാട്ടാണ്. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത ദിവസം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ തോട്ടിൽ കുളിക്കാൻ പോകുന്ന, തോട്ടിലല്ല അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുന്നതാണ് ലാസ്റ്റ് ക്ലിപ്പ് കാണിച്ചത്. അതിനൊക്കെ കുറച്ച് നേരം കിടന്നു. പിന്നെ അടുത്തിപ്പം ബസ് കയറി കണ്ണൂർ വന്നു. പിന്നെ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് കണ്ണൂർ നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട്. നമ്മളിപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. വന്ദേ ഭാരതാണ്. ഇനിയിപ്പം ഡയറക്റ്റ് നമ്മുടെ ഹോം ടൗൺ ട്രിവാൻഡ്രം. ഇപ്പം ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. UDF വീണ്ടും 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ വന്നിരിക്കുന്നു. ഹാപ്പി, എല്ലാവരും കൊണ്ടും ഹാപ്പി. തെയ്യം കണ്ടതിലും ഹാപ്പി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നില്ല. ഇത്രേ ഉള്ളൂ ബ്രോ. ഓട്ടോ ഭയങ്കര കോപ്പറേറ്റ് കൊടുത്ത് വെട്ടും. നമ്മൾ നമ്മുടെ ലാസ്റ്റ് ട്രാൻസ്പോർട്ടായ വന്ദേ ഭാരതി കയറി. ലാസ്റ്റല്ല, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വണ്ടി കയറണം. അങ്ങനെ നമ്മുടെ കണ്ണൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതുവരെ കണ്ടതിൽ വളരെ ഹാപ്പിയാണ്, അടിപൊളിയാണ്. ഇനിയിപ്പം 10 മണിക്കൂർ യാത്രയാണ് ട്രിവാൻഡ്രം വരെ. അപ്പം ഇനിയും നല്ല നല്ല യാത്രകൾ നിങ്ങളിലോട്ട് എത്തിക്കാനും